വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹു റീഡ്സ്. യെസ്, സോ നമ്മുടെ ഈ മാസത്തെ രണ്ടാമത്തെ റീഡ് 1000 Splendid Suns. അതെ, ഇവിടെ വന്നിട്ടാണ് ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ വായിച്ചു കഴിഞ്ഞത്. ദീപ്തി നേരത്തെ വായിച്ചു കഴിഞ്ഞു. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദറ്റ്, നമുക്ക് ആദ്യം എന്താ പറയുക, നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കുറച്ച് വേണ്ടപ്പെട്ടവർ ചോദിച്ചു. എന്നാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ്. ചിലപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ. ഇത് ഈവ്സ് കോഫിയാണ്, ആനേറയിലെ ഞങ്ങളുടെ സെക്കൻഡ് ഹോം. സോ ഞങ്ങളുടെ സെക്കൻഡ് ഹോം ആസ് ഇൻ ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഈവ്സിനെ കുറിച്ച് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ളതുണ്ട്, അത് ഞങ്ങൾ ചെയ്യും. സോ ഇനി ഈ വീഡിയോയുടെ പറഞ്ഞു, ഈ വീഡിയോ എല്ലാവരും പറയും ഞങ്ങളുടെ അടുത്ത് 20 minutes ലോങ് വീഡിയോസ് ഒക്കെ കാണാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി എല്ലാ ലോങ് വീഡിയോസും ഞങ്ങൾ ഷോർട്ടാക്കി 2 പാർട്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് ഡിസ്കഷൻ പാർട്ട് 1 ആണ്. യെസ്, സോ ബുക്ക് ഡിസ്കഷൻസ് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ലെന്തി ആയി പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓബ്വിയസ്. പല സെഗ്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാർട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൗ വി ഫൗണ്ട് ദിസ് ബുക്കാണ്. ഞാനിത് ഫസ്റ്റ് ഈ ബുക്ക് കാണുന്നത് എൻ്റെ ഒരു കസിൻ എനിക്ക് റെക്കമെൻഡ് ചെയ്ത്, പുള്ളിയുടെ കോപ്പി എനിക്ക് വായിക്കാൻ തന്നിട്ടാണ്. ഞാനത് എൻ്റെ കോളേജ് ടൈമിൽ വായിച്ചതാണ്, ദിലീപ് ചേട്ടൻ. എന്നിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അശ്വിൻ അത് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. സെഗ്മെന്റ് 2 എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. സോ എല്ലാവർക്കും അറിയാം, കവർ കണ്ടാൽ തന്നെ അറിയാവുന്ന ബുക്കാണ് 1000 Splendid Suns, റിട്ടൺ ബൈ ഖാലിദ് ഹുസൈനി. 2007 ഈ ബുക്ക് ലോഞ്ച് ആവുന്നത്. ആൻഡ് ഇതിന്റെ ജോണർ പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് വാർ ഫിക്ഷൻ എന്ന് നമുക്ക് പറയാം, വാർ ലിറ്ററേച്ചർ എന്നൊക്കെ പറയാം. ഇനി ഡീറ്റെയിൽസിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ഹിസ്റ്ററി പറയാം ഈ ബുക്കിന്റെ. ഈ ബുക്ക് ഹാപ്പൻ ചെയ്യണ ആ സമയത്ത് ഹിസ്റ്ററി മാത്രം, ജസ്റ്റ് ആ ബുക്ക് വായിക്കുന്നവർക്കും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. 1970s അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് അൺറസ്റ്റ് ഒക്കെ ആയിരുന്നു. 1973 ആയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മൊണാർക്കി എൻഡ് ചെയ്തിട്ട് കിങ് മുഹമ്മദ് സാഹിർ ഷായെ അദ്ദേഹത്തിന്റെ തന്നെ കസിൻ ആയിട്ടുള്ള മുഹമ്മദ് ദാവൂദ് ഖാൻ ഓവർത്രോ ചെയ്യാണ് 1973. അത് കഴിഞ്ഞിട്ട് ദാവൂദ് ഖാൻ എന്നിട്ട് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഗവൺമെന്റ് പാർട്ടിയും എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് 1978 ആയപ്പോഴേക്കും മുഹമ്മദ് ദാവൂദ് ഖാനെ PDPA, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ ഓവർത്രോ ചെയ്തു 1978. ആൻഡ് അവര് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ സ്ഥാപിക്കുന്നു 78. ഇതൊരു സോർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയാണ് ദാവൂദ് ഖാനെ ഓവർത്രോ ചെയ്യുന്നത്. ഈ 78 PDPA വന്നപ്പോൾ അവരുടെ ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസും കാര്യങ്ങളും ഒന്നും അഫ്ഗാനിസ്ഥാനിലെ ഒരു മെജോറിറ്റിക്ക് അത്രയും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അങ്ങനെ 1979 തന്നെ ഒരു സോവിയറ്റ് അഫ്ഗാൻ വാർ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ ആൻഡ് അഫ്ഗാൻ മിലിറ്ററി ഓൺ വൺ സൈഡ് ആൻഡ് മുജാഹിദീൻ ഓൺ ദി അതർ സൈഡ്. മുജാഹിദീൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹൂ ഫൈറ്റ് ഫോർ ജിഹാദ് എന്നുള്ളതാണ്. ഈ മുജാഹിദീനെ ആ കാലത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് കൺട്രീസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ, US, UK, ചൈന, ഇറാൻ, അങ്ങനെ ഒരുപാട് കൺട്രീസ് സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ 79 സോവിയറ്റ് അഫ്ഗാൻ വാർ അത് കണ്ടിന്യൂ ചെയ്തൊരു 1992 ആയപ്പോഴേക്കും ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് മുജാഹിദീന് ഒരു കോalition ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പാത്ത്, ദി പേവ്ഡ് ദ വേ ഫോർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പക്ഷെ അപ്പോൾ ഒരു പീസ്ഫുൾ അഫ്ഗാനിസ്ഥാൻ വരും എന്ന് വിചാരിച്ചെങ്കിലും ഈ മുജാഹിദീനുള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങി. എന്ന് വെച്ചാൽ ആര് റൂൾ ചെയ്യും, ആർക്ക് എന്ത് പൊസിഷൻ, അങ്ങനത്തെ ഒരു ഇത് വന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യാണ് 92. അത് കഴിഞ്ഞിട്ട് 94 ആയപ്പോഴേക്കും നമ്മുടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ, മുജാഹിദീൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രോമിനൻസ് ഒരു ഇതായിട്ട് വന്നു. 96 ആയപ്പോഴേക്കും താലിബാൻ അഫ്ഗാനിസ്ഥാൻ റൂൾ ചെയ്യാൻ തുടങ്ങി. 96 മുതൽ 2001 വരെ താലിബാൻ ഉണ്ടായിരുന്നു. 2001 ആയപ്പോഴത്തേക്കും US വന്ന് അഫ്ഗാനിസ്ഥാൻ ഇൻവേഡ് ചെയ്തു. അത്രയും ഹിസ്റ്ററിയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, സോ കുറച്ചധികം
ഹിസ്റ്ററി ഉണ്ട്. ആ, അത്യധികം അതെ. കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നൊരു പക്ഷെ നമുക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് വെൻ യു കീപ് ഇറ്റ് അസൈഡ് അലോങ് വിത്ത് ഇറ്റ്, അത് വായിച്ചു പോകുമ്പോൾ ഭയങ്കര സുഖമുണ്ട്. യു ഗെറ്റ് ടു നോ ഇറ്റ്, അങ്ങ് പറ്റുള്ളൂ അത്. യു ഗെറ്റ് ടു നോ ഇറ്റ്. ഇപ്പൊ ദീപ്തി പറയുമ്പോഴും ഞാൻ അതായിരുന്നു ഈ പറയുന്നതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷെ ഇൻ എ ബ്യൂട്ടിഫുൾ വേ നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൗ ദിസ് ബുക്ക് മെയ്ഡ് മീ ഫീൽ എന്നുള്ളതാണ്. I'll start with അല്ലേ? ഓക്കെ, എനിക്ക് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ദിസ് ഹോൾസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. പക്ഷേ ഐ എം നോട്ട് ഗോണ റീഡ് ഇറ്റ് അഗെയിൻ. ട്രസ്റ്റ് മീ, ഞാനിത് ഒരിക്കലും വായിക്കില്ല. ആൻഡ് ഇത് വായിച്ച കുറച്ച് പേർക്കെങ്കിലും ക്യാൻ റിലേറ്റ് ടു മീ. കാരണം ഞാനിന്ന് ബെഡ്റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിരിപ്പുണ്ടായിരുന്നു. yeah, so if your life was hardship ഉണ്ടാവണമെന്നില്ല, any person with ഒരു ഹ്യൂമാനിറ്റി മൈൻഡ് ഉള്ള ആർക്കും എനിക്കിത് വായിച്ചപ്പോ ഭയങ്കര yeah, വിഷമം. and പിന്നെ അത് നീ അത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി. സോ ഒരു സെക്കൻഡ് റീഡ് ഒരിക്കലും ഞാൻ പോവില്ലെങ്കിലും ഐ മേക്ക് ഷുവർ ഐ റെക്കമെൻഡ് ദിസ് ബുക്ക് ടു ഓൾമോസ്റ്റ് എവ്രി വൺ. സോ ഇതിൽ 2 രസകരമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടെടുത്ത് ടൈറ്റാനിക്കിൻ്റെ റെഫറൻസസ് ഉണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ചിരിക്കുന്ന ഉറപ്പ്. അങ്ങനെ ചിരിക്കാനുള്ള എലമെന്റ്സ് പോലും ഉണ്ട് ടൈറ്റാനിക്കിൻ്റെ കാര്യം വരുമ്പോൾ. ആൻഡ് അഗെയിൻ റിലേറ്റബിളും ആണ്. ആ കാലഘട്ടത്തിൽ ടൈറ്റാനിക് ഇറങ്ങിയതിൻ്റെയൊക്കെ യു വിൽ ഗെറ്റ് ടു നോ. ആ ടൈറ്റാനിക് ഉണ്ടാക്കിയ ഒരു വൈബ് ഉണ്ടല്ലോ, അത് ശരിക്കും ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുള്ളതാണ് വേറൊരു ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പും നമ്മുടെ നേരത്തെ വായിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, വായനക്കാരെ വീഴ്ത്താനുള്ള സാധനം എന്ന് പറയുന്നത് വായനക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ വായനയെക്കുറിച്ച് കൂടുതൽ ഇതിനകത്ത് പറയാമെന്നുള്ളതാണ്. അത് പുള്ളിക്കാൻ നല്ല അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പ്ലോട്ടുമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോകാനായിട്ടുള്ള സാധനങ്ങൾ എലമെന്റ്സ് ഉണ്ട്. ലൈബ്രറിയെ കുറിച്ച് പറയുന്നുണ്ട്, ബുക്സിൻ്റെ ആ ഒരു പീപ്പിൾ മേക്കിംഗ് ബുക്സ് വെരി ക്ലോസ് ടു ദം എന്നുള്ളൊരു ഫാക്ടർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ആദ്യം തൊട്ടേ ഉണ്ട്, ത്രൂ ഔട്ട് ദ സ്റ്റോറി ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഉണ്ട്. പക്ഷേ അതൊരിക്കലും ഓക്വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ടേസ്റ്റിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ അതിനെ പിൻ പോയിന്റ് ചെയ്ത് ഞാൻ നോക്കിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ വായനക്കാരെ മാത്രമല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു എഴുത്തുകാർ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഓരോ ചാപ്റ്ററും നിർത്തുന്നത്, അടുത്ത ചാപ്റ്ററിലോട്ടുള്ള തുടക്കം, ഇതിനകത്ത് വരുന്ന ട്രാൻസിഷൻസ്, ക്യാരക്ടറിൻ്റെ നരേഷൻ രീതികൾ, ഇതെല്ലാം ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ ഇത് നിർത്തുന്നത് വരെ വായിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട്. ആൻഡ് എനിക്കൊന്ന് ഇത് ഞാൻ എത്ര ദിവസം വായിച്ചു തീർത്താ? 2 ദിവസം. രണ്ടോ 3 ദിവസം മാക്സിമം എന്ന് പറയാം. അപ്പോൾ അത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കാനുള്ള റീസൺ ആ എഴുത്താണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എങ്ങനെ ഒരു റീഡറിനെ പിടിച്ചു കുത്തിയിരുത്താം എന്നുള്ളത് ഇതിനകത്തുണ്ട്. അത് പഠിക്കാനും അതൊരു റെഫറൻസ് ആയിട്ട് എടുത്താൽ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഒരു പോയത്തിൽ നിന്നാണ് ഈ 1000 Splendid Suns എന്നുള്ളൊരു പേര് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഇതിന് കൊടുക്കുന്ന ഒരു മീനിങ് ഉണ്ട്. 1000 Splendid Suns, സൺ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇഫ് യു ക്ലോസസ്റ്റ് ടു സൺ മീൻസ് ഡെത്ത് നോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പെയിനിനെ റിഫ്ലക്ട് ചെയ്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വെൻ ഐ സ്റ്റാർട്ട് റീഡിങ് ഇറ്റ്. അതായത് 1000 Splendid Suns ഒരുമിച്ച് വന്ന് നമ്മൾ അടുത്തൊന്ന് നിന്നെങ്കിൽ നമുക്ക് എത്ര പെയിൻ ആയിരിക്കും. ആ പെയിനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്ക് ആ ഒരു പെയിനിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. സംടൈംസ് ഇറ്റ് മൈറ്റ് റിലേറ്റ് ടു യു വെൻ യു റീഡ് ഓൾസോ. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ എന്തായാലും ഓർമ്മിപ്പിക്കും. എസ്പെഷ്യലി ഫാമിലി റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും, ഇല്ല ഈവൻ ഫാമിലി റിലേറ്റഡ് തന്നെ ആകണമെന്നില്ല, അത് നിങ്ങൾ ഓർമ്മിപ്പിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദീപ്തി പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കലി ഇതൊരു വാർ പീരിയഡിൽ നടക്കുന്നതാണെങ്കിൽ പോലും ഐ മസ്റ്റ് സേ ദാറ്റ് ഈച്ച് ആൻഡ് എവ്രി വാർ ഇസ് സ്റ്റിൽ ഔട്ട് ദെയർ. നമ്മളെല്ലാവരും കാണുന്നില്ലെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വിത്തിൻ ദ ഫാമിലി. അത് ഭയങ്കരമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല ദീപ്തി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു യുദ്ധം പുറത്ത് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഫാമിലിയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നല്ല 2 ഫാമിലിയെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു വാറിനേക്കാളും വലുതാണെന്ന് തോന്നിപ്പോയി ഒരു സന്ദർഭത്തിലൊക്കെ. കാരണം വി ഓൾ നോ ദാറ്റ് മൈ നോട്ട് ബി ട്രൂ. പക്ഷെ എന്നിരുന്നാലും അത് അത്രയും ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു ആ വീട്, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർ ജീവിച്ച ജീവൻ എന്ന് പറയുന്നത്. പുറത്തിടക്കുന്ന മിസൈൽ വീഴുന്നതിനേക്കാളും വിഷമവും പ്രയാസമായിരുന്നു വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ എവ്രി ഡേ വാർ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ എനിക്ക് ആ ടൈം പീരീഡ് നോക്കിയാൽ തന്നെ കുറച്ച് ആളാണെങ്കിൽ ഇവരുടെ ലൈഫ് മൊത്തം ഒരു വാറായിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ്. ആൻഡ് പിന്നെ ഐ മസ്റ്റ് സേ ദിസ്, കാരണം ഈ വിമൻ ഓറിയൻറ്റഡ് ആണ് ഈ കഥാപാത്രങ്ങളെല്ലാം.
And I honestly believe that no religion stood with women. And I must confess it. കാരണം റീഡിങ് ദിസ് പൊതുവേ ആണുങ്ങൾക്ക് പറയാനുള്ള ഒരു എക്സ്ക്യൂസസ് ആയിട്ടാണ് ആ റിലീജിയൻ എനിക്ക് ഫീൽ ചെയ്ത് പോയി. യു ടേക്ക് ഇറ്റ് എനി റിലീജിയൻ, എപ്പോഴും വിമന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ റിലീജിയൻ വൈസ് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി. അപ്പോൾ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ ഇസ് ഓൾവേസ് ദെയർ വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ. ആൻഡ് എപ്പോഴും വിമൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി എന്നുള്ള രീതിയിൽ കാണുന്നതാണ് എല്ലാ റിലീജിയൻ എന്നുള്ളത് എഗെയിൻ ഈ ബുക്ക് ഒന്നും കൂടെ തെളിയിച്ചിരിക്കുന്നു. സോ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തന്നു. ഒരുപാട് പെയിൻഫുൾ ആയിട്ടൊന്നുമല്ല നിർത്തിയേക്കുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് സെൻസ്. അത് റിയാലിറ്റിയെ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്ത് തന്നെയാണ് ആ എൻഡിങ് ആണെങ്കിലും. ആൻഡ് എഗെയിൻ സർപ്രൈസസും ഉണ്ട് എൻഡിങ്ങിൽ. ആൻഡ് ത്രൂ ഔട്ട് ദ സ്റ്റോറി സർപ്രൈസസ് ആണ്. എന്നാൽ പോലും ടുവേർഡ്സ് ദ എൻഡ് ഒരു ശരിക്കും ഒരു ഫീൽ ഗുഡ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു ഒരു കാര്യം, ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കോൾ വിളിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു മാം ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ എങ്ങനെ ഈ ഇന്ന ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഷീ സെഡ് ദാറ്റ് പെയിൻഫുൾ ആണെന്ന് പറഞ്ഞപ്പോൾ യാ ഇറ്റ് ഈസ്, ബട്ട് ദെൻ ഖാലിദ് ഹുസൈനി അശ്വിൻ എന്തായാലും വായിച്ചിരിക്കണം ആസ് എ റൈറ്റർ അല്ലെങ്കിൽ ആസ് എ പബ്ലിഷർ. ഇത് വായിക്കാതെ പോകരുത് എന്നുള്ള രീതിയിൽ ഷീ എൻകറേജ്ഡ്. അപ്പോൾ ഷീ അക്സെപ്റ്റഡ് ദാറ്റ് അത് പെയിൻഫുൾ ആണ്. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഒരു വായനക്കാരനാണോ ഒരു എഴുത്തുകാരനാണോ, മസ്റ്റ് റീഡ്. ദിസ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. നൗ ഓവർ ടു യു. എന്റെ നമുക്കെന്ന പാർട്ട് 2 കാണാം. യെസ്, പാർട്ട് 2 കാണാം. ഓക്കെ, സോ യാ.